കൊടുങ്കാറ്റിനെയും പേമാരിയെയും അതിജീവിക്കാൻ ശക്തിയുള്ള ഒരു കയറിനെയാണ് ഈ ക്രെയിൻ തൂക്കിക്കൊണ്ടുവരുന്നത്. ഇത് ഇവന്റെ കഥയാണ്. ഇവന്റെ പേരാണ് മൂറിംഗ് റോപ്പ്. ടൺ കണക്കിന് ഭാരമുള്ള കപ്പലിനെ കരയോട് ചേർത്ത് നിർത്താൻ ശക്തനായവൻ. ഇവന്റെ ജനനം അങ്ങ് കോഹിനൂർ ഫാക്ടറിയിലാണ്. ആയിരക്കണക്കിന് നൂലുകൾ കൂട്ടിപ്പിരിച്ചാണ് ശക്തനായ ഇവനെ നിർമ്മിച്ചിരിക്കുന്നത്. കോഹിനൂറിന്റെ സന്തതിയെ തൊഴിലാളികൾ തൂക്കിയെടുത്ത് ബാഗിലാക്കി പുറത്തു ചാടാതിരിക്കാൻ വേണ്ടി റോപ്പ് കൊണ്ട് കെട്ടി ബന്ധസ്ഥനാക്കി. എന്നിട്ടൊരു മുദ്രയും അടിച്ചു. അതിനുശേഷം അവർ അവനൊരു ഉപദേശം കൊടുത്തു. നീ സാധാരണ കയറല്ല, നീ ഒരു കപ്പലിന്റെ ജീവനാണ്, കപ്പലിന്റെ ജീവനാടി. ഏതോ കപ്പൽ മുതലാളി അവനെ വാങ്ങിച്ച പേരും അറിഞ്ഞ് തൊഴിലാളികൾ തൂക്കിയെടുത്ത് അവനെ ലോറിയിൽ കയറ്റി. അവന്റെ ഇങ്ങോട്ടുള്ള യാത്ര അതിഗംഭീരമായിരുന്നു. കുന്നുകളും മലകളും താണ്ടി കുഴിയിലും കുണ്ടിലും വീണ് ഊണ് ഉറക്കം ത്യജിച്ച് അവസാനം നമ്മുടെ കൊച്ചി തീരത്ത് എത്തിച്ചേർന്നു. കൊച്ചിയിലെത്തിയ അവനെ ആദ്യം വരവേറ്റത് ക്രെയിനാണ്. ക്രെയിൻ്റെ കൈകളിൽ നിത്യാഭ്യാസിയെപ്പോലെ തൂങ്ങിക്കിടന്നവൻ സപ്ലൈ ബോട്ടിലേക്ക് വന്നു. ബോട്ടിലെ ജീവനക്കാർ അവനെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച് ബോട്ടിന്റെ ഡെക്കിൽ ഭദ്രമായി വെച്ചു. അങ്ങനെ അവൻ കൊച്ചി തീരത്തോട് യാത്ര പറഞ്ഞ് നടുക്കടലിൽ കിടക്കുന്ന സ്വന്തം കപ്പലിനെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. സപ്ലൈ ബോട്ട് അവനെയും വഹിച്ചുകൊണ്ട് കടലിൽ കിടക്കുന്ന ഭീമാകാരമായ ആ കപ്പലിന്റെ അടുത്തെത്തി. കപ്പലിന്റെ ക്രെയിന്റെ കൈകൾ അവന്റെ നേർക്ക് നീണ്ടുവന്നു. ആ കൈകൾ അവനെ പിടിച്ചുയർത്തി കപ്പലിലേക്ക് കൊണ്ടുപോയി. ഇനിയാണ് അവന്റെ ദൗത്യം ആരംഭിക്കുന്നത്. കപ്പലിലേക്ക് തൂങ്ങിക്കിടന്ന് പോകുന്നതിൻ്റെ ഇടയിൽ അവൻ വിളിച്ചു പറഞ്ഞു, കപ്പലിന്റെ നട്ടല് കീലാണെങ്കിൽ, കപ്പലിന്റെ ഹൃദയം എഞ്ചിനാണെങ്കിൽ, കപ്പലിന്റെ ജീവനാടി ഞാനാണ്, മൂറിംഗ് റോപ്പ്.